വചനധാര വചനധാര ഗുരുവിന്റെ മധുമുത്ത് മൊഴികണക്കെ ഇരുളിന്റെ ചുരുളുകൾ നീങ്ങി ലോകം പൊരുളുപോൽ കാണുവാൻ ദിവ്യദീപ്തി ആത്മാവിൽ വിടരുന്ന കാന്തിയാലേ ആകാശമോക്ഷം മഹാർഹഭാഗ്യം ശാന്തിതൻ ജീവിതം വന്നു ചേരും ശാശ്വതമൊഴിമുത്ത് മൊഴിമുത്തുകൾ ആത്മാവിൽ ദരിദ്രരെ ഭാഗ്യവാന്മാർ ആകാശമോക്ഷം മഹാർഹഭാഗ്യം ശാന്തി പ്രദായക ഭാഗ്യവാന്മാർ ശാശ്വതമൊഴിമുത്ത് ജാലമെങ്ങും മൊഴിമുത്തുകൾ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായത്തിലെ 11-ാമത്തെ തിരുവചനം നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. വായന ഇതാണ്: യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നുള്ളൊരു പ്രാർത്ഥനാ വായന. സംഭവം നമുക്ക് ഏറെ സുപരിചിതമാണ്. സംഭവം ഇതാണ്: ഈശോ യാത്രയിലാണ്. സുവിശേഷ വായനയിൽ നമ്മൾ തിരിച്ചറിയുന്നൊരു സംഗതി, ഈശോയ്ക്ക് ഒരു സഞ്ചാരിയുടെ മുഖഭാവമുണ്ട്. എപ്പോഴും യാത്രയിലാണ് ഈശോ. ഈ യാത്രാമധ്യേ തന്നെയാണ് സ്വർഗം വിരിയിച്ച് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് പോലും. അങ്ങനെ ഒരു യാത്രയിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ അകലെ നിന്നുകൊണ്ട് കുറച്ച് പേര് ഒരുമിച്ച് വിളിച്ച് പറയുന്നതാണ്: യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നുള്ള ഒരു പ്രാർത്ഥനാ വിളി. ആരാണെന്നറിയാവോ? 10 കുഷ്ഠരോഗികളാണ്. ഈ 10 കുഷ്ഠരോഗികളുടെ പ്രത്യേകത നമുക്കറിയാം. അവർ സമൂഹത്തിൽ നിന്ന് ചേരികളിലേക്ക് മാറ്റപ്പെട്ടവരാണ്. പൊതുവായി സന്തോഷങ്ങളുടെ ഇടങ്ങളിലേക്കൊന്നും, സ്വന്തം വീടുകളിലേക്ക് പോലും വരാനായിട്ട് യാതൊരു വിധത്തിലുള്ള നിയമ അംഗീകാരമില്ലാത്ത മനുഷ്യർ, തിരസ്കരിക്കപ്പെട്ടവർ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ചങ്കുരുകുന്ന നൊമ്പരത്തോടു കൂടിയാണ് അങ്ങകലെ നിന്നുകൊണ്ട് അവർ വിളിച്ചു പറയുക: ഈശോയെ ഗുരു, ഞങ്ങളുടെ മേൽ കനിയണമേ. ഒരു പ്രാർത്ഥനയാണ്. ലത്തീൻ ആരാധനക്രമത്തിൻ്റെ കുർബാനയുടെ ആരംഭത്തിൽ തന്നെ കർത്താവെ കനിയണമേ എന്നുള്ള പ്രാർത്ഥന പോലും എടുത്തിട്ടുള്ളത് ഈ കുഷ്ഠരോഗികളുടെ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ ആകണം. അതിന് വലിയൊരു ബോധ്യത്തോടു കൂടി ആകണം ഈ ഒരു പ്രാർത്ഥന കുർബാനയിൽ പോലും നമ്മൾ ചൊല്ലേണ്ടത്. ഒരുപാട് വട്ടം നമ്മളിത് പാടിപ്പോയിട്ടുണ്ട്, ചൊല്ലിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ ബോധ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് വെറും കൈയോടുകൂടെ കടന്നു പോകേണ്ട ഗതികേട് നമുക്കൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങ് അകലെ ഈ കുഷ്ഠരോഗികൾ ബോധ്യത്തോടു കൂടെ നിന്നിട്ട് വിളിച്ച് പറയുക: യേശുവേ ഗുരു, ഞങ്ങളുടെ മേൽ കനിയണമേ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോയ ചില ബോധ്യങ്ങൾ ഈ പാവപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട, ചേരികളിലേക്ക് തള്ളപ്പെട്ട ഈ കുഷ്ഠരോഗികൾക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ ബോധ്യം എന്ന് പറയുന്നത്, തങ്ങളെ രക്ഷിക്കാൻ ഇവന് കഴിയും, ഇവനേ കഴിയൂ. അതാണ് പ്രത്യേകത. ഇവന് കഴിയുമെന്നല്ല, ഇവനേ കഴിയൂ, ഈശോയ്ക്കേ കഴിയൂ. ഈ ഒരു ബോധ്യം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. ആ ബോധ്യത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ടാണ് അവർ ഉറക്കെ വിളിക്കുക: യേശുവേ രക്ഷക, ഞങ്ങൾക്ക്. ഒന്ന് ഓർത്തോണം, ആ വഴിയിലൂടെ അതിക്ക് മുൻപും അതിനുശേഷവും ഒരുപാട് പേര് കടന്നു പോയിട്ടുണ്ട്. അവരാരുടെയും പേര് വിളിച്ച് ഇവരപേക്ഷിച്ചിട്ടില്ല. ഇവൻ മാത്രം പോയപ്പോൾ ഇവർ വിളിച്ചു. അത് ഏക കാരണം, അവന് കഴിയും, അവനേ കഴിയൂ എന്നുള്ളൊരു ബോധ്യം ആ കുഷ്ഠരോഗികൾക്ക് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു ബോധ്യം എന്ന് പറയുന്നത്,
തങ്ങൾ രോഗികളാണെന്നും തിരസ്കരിക്കപ്പെട്ടവരാണെന്നും എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ ഈശോയെ വിളിക്കുക. തങ്ങളുടെ തിരസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് തങ്ങൾക്കൊരു രക്ഷ നൽകാൻ ഇവന് കഴിയും എന്നുള്ള ഒരു ബോധ്യം. എൻ്റെ പ്രിയമുള്ളവരെ, വിളിക്കേണ്ടവനെ വിളിക്കേണ്ട സമയത്ത് വിളിക്കേണ്ട പോലെ വിളിക്കാൻ നമ്മൾ പഠിക്കണം. ഇതാണ് നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നത്. നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ കർത്താവ് വേണമെന്നൊക്കെ പാടുന്നുണ്ട്, ഇല്ലെങ്കിൽ വലിയ ആരാധന പ്രകരണങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷേ നിൻ്റെ ഉള്ളു തൊട്ടുള്ള ഈ കുഷ്ഠരോഗിയുടെ ഭാവത്തോടു കൂടിയുള്ള ഒരു വിളി നിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് സ്വയം ഒരു ആത്മശോധനയ്ക്ക് വിധേയമാക്കണം. ഇത് നമ്മിൽ നിന്ന് വിട്ടുപോയതുകൊണ്ടല്ലേ ദൈവം തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്, ജീവജലത്തിൻ്റെ ഉറവയായ നിങ്ങളെന്നെ ഉപേക്ഷിച്ചു, ജലം നൽകാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾക്ക് നിങ്ങൾ രൂപം കൊടുത്തു. ഇത് തന്നെയല്ലേ നമ്മളൊക്കെ ചെയ്യുക? ഒറ്റ വിളിയിൽ വിളിപ്പുറത്തെത്തി നിൻ്റെ ഏത് സാധ്യതകൾക്ക് മുൻപിലും, നിൻ്റെ ഏതൊരു ജീവിതത്തിൻ്റെ പരാജയത്തിന് മുമ്പിലും ഒരു സാധ്യതയാക്കി മാറ്റാൻ കഴിവുള്ളവൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ, അടുത്ത് വരാനുള്ളപ്പോൾ എന്തിനാ പിന്നെ ഈ പൊട്ടക്കിണറുകൾക്കൊക്കെ രൂപം കൊടുക്കുക? നമുക്കൊന്ന് മനസ്സ് തിരിയണ്ടേ ഈശോയുടെ പക്കലേക്കൊന്ന് വിളിക്ക്. ഗുരു, ദാവീദിൻ്റെ പുത്ര, എൻ്റെ മേൽ കനിയണമേ. ഉത്തരം കിട്ടും. കാരണം അവൻ മാത്രമാണ് ജീവിതത്തിൻ്റെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കുള്ള ഏക ഉത്തരം. മനസ്സിലാക്കണം. ഈശോ അനുഗ്രഹിക്കട്ടെ.